നേരെ പുറത്ത് കളിപ്പിച്ചോളൂ. എല്ലാവർക്കും ചാർജ് ചെയ്തിരിക്കുന്ന വിലക്കത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൻ ബഹളം പറഞ്ഞാൽ മറന്നു. ഫുൾ അവിടുത്തെ റൊട്ടീൻ കംപ്ലീറ്റ് മറന്നു. അത് പതിനെ എന്നെ വിളിച്ച് പറഞ്ഞ് ടീമിലും വന്നിട്ട് വിളിച്ചിട്ട് പോകണം. അവർക്ക് അവിടെ സ്റ്റാറുണ്ട്. പഴയ പോലെ ഇതായിട്ട് ഭയങ്കരം പറഞ്ഞു. കാരണം അവിടെ ഒരു പേര് ടീച്ചറുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ ആരെയും ഭയങ്കര ഇതിന് ഞാൻ അവിടെ ചെന്ന് ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയി കണ്ടില്ല. കൈയൊക്കെ പൊട്ടി വിട്ടിട്ട് ഇങ്ങനെ പോയി കണ്ടില്ല. എന്നെ കണ്ടത് കൈയൊക്കെ ചെന്ന് ശരിയാവും. ഞാൻ അവിടെ പറഞ്ഞു ഗ്രൗണ്ട് സീറോയിലെത്തി കളിക്കുന്നത്. അതെ, ഞാൻ അവിടെ പറഞ്ഞു എന്തെങ്കിലും കാണിച്ചു ഹാഫ് ഡേ വേണ്ട. ആ ഇത് സമ്മതിക്കുള്ളൂ. മറ്റേ ലാപ്ടോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ ആൾ കയറിയിടും. ഇതുവരെ ഞാനും ജോലി ചെയ്യായിരുന്നു. കറക്റ്റ് സമ്മതിക്കില്ല. ഈ ഒരു വർഷം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യണം. 3 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ലാബിൻ്റെ സീൻ ഇല്ലാതെ തന്നെ ഒഴിവാക്കാം. കുറച്ച് എവിടെയെങ്കിലേക്ക് ഇരിക്കും. ഫോൺ കൊടുക്കണ്ടെന്ന് വെച്ചില്ല. ഫോൺ കൊടുത്താൽ അവിടെ ഇരിക്കും. ടി വി ഇല്ല. ടി വി ഉണ്ട്. പക്ഷെ ടി വിയിലും ആൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷമാണ് പാട്ടൊക്കെ വെച്ചിട്ട് പോയത്. നമ്മുടെ നോർമൽ സിനിമ പാട്ടൊക്കെ അതൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് ഡാൻസ് ഒക്കെ ചെയ്തോളൂ. അല്ലാതെ കാർട്ടൂൺസ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. എനിക്ക് ഇതുവരെയായിട്ടും പുള്ളിക്കാരിക്ക് കാർട്ടൂൺസ് ഒന്നും വലിയ കാരണമൊന്നുമില്ല. പിന്നെ സെലക്ടഡ് സാധനങ്ങൾ തുടങ്ങിയാൽ മതി. തുടങ്ങുവാണെങ്കിൽ പാട്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് മതി. പ്രായത്തിൽ അത് തന്നെ കളിക്കുന്ന പ്രായം. അപ്പോൾ അവർക്ക് അതിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഉണ്ടെങ്കിൽ അവർ തന്നെ കളിക്കും. ബോറടിക്കണോ കുറെ കഴിയുമ്പോൾ? അതിന് ഞങ്ങൾ കിട്ടുന്നത് ചില സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചത് എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് കൊടുക്കും. ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നിരുന്നാലും ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ ഒക്കെ ഇരുത്തി കളിപ്പിക്കാനായിട്ട് അത്രയൊന്നും ആയിട്ടില്ല. 20 മിനിറ്റാണ് ഇവരുടെ ഒരു ടൈം കളിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യണം. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ അപ്പം മറ്റേ ഈ ഒരു മൈൻഡ് സെറ്റാണ്. നാട്ടിലിറങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പാമ്പർ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ചെയ്ത സ്കൂളിൽ ഞാൻ നോക്കിയപ്പം എവനെക്കാട്ടിലും ചെറിയ പിള്ളേർ ഒരു 4-5 ഉണ്ട്. ഇവർക്ക് ടീച്ചേഴ്സിന് അവർ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇവൾ പോയപ്പോൾ ഫുൾ കെയർ ഇവളായിരുന്നു. ഇവൾ മാത്രമേ ഉള്ളായിരുന്നു. അറ്റൻഷൻ്റെ പ്രശ്നം ഞാൻ വീട്ടിൽ ഫുൾ ഉടായിപ്പായിരുന്നു. കാരണം ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. വീട്ടിൽ വന്നിട്ട് ലാവശ്യമായിട്ട് ഞാൻ വിചാരിച്ചു ഉറക്കം കാണോ. ഉറക്കം എനിക്ക് ഉറങ്ങൊന്നും വേണ്ട. ഇപ്പം നന്നായിട്ട് സംസാരിക്കും. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഞാൻ ആദ്യം ഫുഡിനെങ്കിലും വേണമെന്ന് എനിക്ക് ബ്രെഡ് വേണം. ഇത് ബ്രെഡ് കഴിച്ചു. മുട്ട വേണം. മുട്ട കഴിച്ച് പഴം വേണമെന്ന് കഴിച്ചാൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ സമ്മറിൽ വിടുന്നുണ്ടാവും? സമ്മറിൽ നാട്ടിൽ പോകുന്നില്ല. കുറെ വെക്കേഷൻ പ്ലാൻ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ വിടില്ല. ബാക്കി ഷോപ്പ് ഉണ്ടാവില്ലേ? അത് കുഴപ്പമില്ല. അത് എല്ലാ സ്കൂളും ഓഫീസാണ്. പിള്ളേർ ഉണ്ടെങ്കിൽ അവർ ഒരു സ്കൂളിൽ എല്ലാവരും കൂടെ ആ സ്കൂളാണ് ഇവിടെ പോകുന്ന സ്കൂള് ആണോ? അപ്പോൾ അവിടെ ടീച്ചേഴ്സ് മാറി മാറി വരുന്നത് അതൊക്കെ അവർക്ക് അറിയാം. ആവശ്യം അടുത്ത വെച്ച് 1-ാം തീയതി നമുക്ക് 1-ാം തീയതി അല്ലേ നമ്മുടെ പരിപാടി? ശനിയാഴ്ച ഇല്ല 1-ാം തീയതി? ശനിയാഴ്ച 1-ാം തീയതി. ശരിയാണ്. നമ്മുടെ പരിപാടി 1-ാം തീയതി മറ്റേതുണ്ട്.
പോയില്ലേ ഇന്നെങ്ങനെ ഈ ഉടായ്പിൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റും. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എന്നാണെങ്കിൽ ഒന്ന് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാതെ വിചാരിച്ചു. അപ്പോഴാണ് മാഡം വന്നത്. ഞാൻ അതൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ പോകും ഓഫീസിൽ. ഇതൊക്കെ എന്തിനാ എടുക്കണേ? ബിഗ് ഔട്ട്. ഒന്നും കണ്ടില്ല. ഞാനേ കണ്ടു. ഞാനേ കണ്ടു. അവിടെ പോരല്ല. സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയമുണ്ടോ? അങ്ങയുടെ മറ്റേ ഇതിന് മുമ്പത്തെ പടം എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. എടാ അത് ഇറങ്ങിയില്ലടാ OTT-ല്. ആരും എടുത്തിട്ടുണ്ട്. നല്ല പടമായിരുന്നാ കുറെ പേര് പറയുന്നത് കേട്ടെ. കുറെ കോമഡി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കേസുകളൊക്കെ അതും അയാളുടെ തന്നെയാണോ? എന്താ പൊതുവാളുടെ ആണോ? ഇന്നത് ആവശ്യം ഇടുന്നല്ലോ. ഞാൻ ആവേശം ട്രെയിലറൊക്കെ കണ്ടപ്പോ തട്ടിക്കൊടുക്കും ആയിരിക്കണമല്ലോ. മറ്റേ